ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ഇത് അതുപോലെ തന്നെ ഞാൻ വളരെ ഈസി മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫ് അരിഞ്ഞ് കഴുകിയതിന് ശേഷം വെള്ളം കളയാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഫാറ്റുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ വിത്ത് ഫാറ്റും വിത്തൗട്ട് ഫാറ്റും ബീഫ് കിട്ടും. അപ്പം ഞാൻ വിത്ത് ഫാറ്റാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്തു. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെക്കും. അപ്പോൾ ഇതിലെ വെള്ളം ഇറങ്ങും. അപ്പം നമുക്കതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി കറിയിൽ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പുളിയില്ലാത്ത ടൊമാറ്റോ എടുക്കുക. പിന്നെ 20 അല്ലി ചെറുപുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഫുൾ വെളുത്തുള്ളിയാണ്. ഒരു 15 അല്ലി കാണും. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയുണ്ട്. ഇത് രണ്ടും നമുക്ക് ചതച്ചെടുക്കണം. ഇനി ഞാൻ സ്റ്റൗവിലൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് 1 മിനിറ്റോളം വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനകത്തിലെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറുപുള്ളിയും കൂടെ ചേർക്കുവാണ്. ഇതിനി പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴറ്റുമ്പോൾ അതിലല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് വഴറ്റുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോയും കൂടെ ചേർക്കുകയാണ്. ഈ ടൊമാറ്റോയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റുക. ഇത് ടൊമാറ്റോ ചേർത്തതിന് ശേഷം ഞാൻ 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് വെക്കുക. ഇത് ഞാൻ 1 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തതാണ്. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മല്ലിപ്പൊടിക്കാണ് കൂടുതൽ സമയം വഴലാൻ വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ചേർത്തിട്ട് 1 മിനിറ്റ് ഇതൊന്ന് മൂപ്പിക്കണം ഈ മല്ലിപ്പൊടി. അതിനുശേഷമാണ് ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് വേണം ഇതിൽ എരിവൊക്കെ ചേർക്കാനായിട്ട്. എൻ്റെ കയ്യിലുള്ള മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. അപ്പോൾ എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് രണ്ടും മൂത്തതിന് ശേഷം മാത്രമേ ഞാൻ ഗരം മസാല ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഈ ബീഫ് വേവിക്കുമ്പോഴൊക്കെ കായത്തിൻ്റെ പൊടി ചേർക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മുടെ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന കറിയിൽ, ബീഫ് കറിയിലാണെങ്കിലും ചിക്കൻ കറിയിലും ഒക്കെ കായത്തിൻ്റെ പൊടി അല്പം ചേർക്കും. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന ബീഫിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയോ നോക്കണം. കുക്കറിൽ വെച്ച ബീഫിൽ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ ഈ ബീഫ് ഇതുപോലെ ചൂടാക്കുന്നത്. അപ്പം ഇതിൻ്റെ കറക്റ്റ് വെള്ളം ഇറങ്ങും. അതനുസരിച്ച് നമുക്ക് കറിയിൽ വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്ക്
വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തവണ ഇതിൽ വെള്ളമെല്ലാം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട. ഫ്ലെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം ഉള്ളിയൊക്കെ വഴറ്റിയെടുത്താലും മതി. അപ്പം നമുക്കറിയാൻ പറ്റും ഇതിൽ എത്ര വെള്ളം ചേർക്കണമെന്ന്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് ഇത് ചെയ്യാനും. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ അളവും അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ കുക്കറിൽ ആദ്യം ഇറച്ചി വെച്ചിട്ട് ഇനി ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. 100 ml വെള്ളം അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയും വെള്ളം മതി. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് ഗ്രേവി കറക്റ്റായിട്ട് കിട്ടും. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. എൻ്റെ കുക്കറിൽ ഏകദേശം ഒരു 8 വിസിൽ വരുന്നിടം വരെയാണ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് 8 വിസിൽ വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിനകത്തിൽ കറക്റ്റ് വെള്ളമായിരുന്നു. നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ ബീഫ് ഇട്ടിട്ട് ആ വെള്ളം ഇറങ്ങുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് കൂടുതൽ വെള്ളം ആകത്തില്ല വെന്ത് കഴിയുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും കറി ആയി കഴിയുമ്പോൾ വെള്ളം വറ്റിക്കാനായിട്ട് കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫ് അങ്ങ് ഒരുപാട് വെന്ത് പോകും. അപ്പോൾ ആ കറിക്ക് ടേസ്റ്റും പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ സെപ്പറേറ്റായിട്ട് ബീഫിൽ വെള്ളം ഇറങ്ങാനായിട്ട് തിളപ്പിക്കുന്നത്. കണ്ടില്ലേ, ഇത് കറക്റ്റ് ഗ്രേവിയാണ്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഈ കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ കടുക് പൊട്ടിച്ചൊഴിക്കുന്നത്. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 5 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചുവന്നുള്ളി നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ചുവന്നുള്ളി നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിയുടെ കംപ്ലീറ്റ് ആവുള്ളൂ. എങ്കിലേ ആ കറക്റ്റ് ടേസ്റ്റും കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ അടുത്ത പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.